10ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിലും ഇപ്പോഴും സ്വന്തമായി നടക്കാൻ പോലും ഈ കുട്ടിക്ക് ത്രാണിയില്ല. ഏറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വിദ്യാർത്ഥി ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പ്രാപ്തനായത്. കുടുംബസുഹൃത്തു കൂടിയായ കൃഷ്ണൻ തന്നെ ഭീഷണിപ്പെടുത്തി 2 വട്ടം പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായി കുട്ടി പറഞ്ഞു. എതിർക്കാൻ ശ്രമിച്ചപ്പോൾ പ്രായപൂർത്തിയാകാത്ത അനിയത്തിയെയും ഉപദ്രവിക്കുമെന്നും ഇയാൾ ഭീഷണി മുഴക്കി. മകരവിളക്കിനെന്ന് എന്നെ എറിഞ്ഞാല് വരെ പോവാതെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോയതിന് ശേഷം എന്നെ അവരുടെ കടയുടെ പകുതി വരെ കൊണ്ടുപോയി. എന്നിട്ട് എറിഞ്ഞാൽ പാലത്തിനടിയിലോട്ട് കൊണ്ടുപോയി എന്നെ ചീത്ത രീതിയിൽ ചെയ്ത്. കാരണം എന്നെ ഇതൊക്കെ പുറത്തൊക്കെ ഇറങ്ങി എൻ്റെ അനിയത്തിനെ ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. 164 പ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകുകയും നിരവധി തവണ പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തുവെങ്കിലും പ്രതി ഒളിവിലാണെന്ന സമീപനമായിരുന്നു പോലീസ് സ്വീകരിച്ചത്. സംഭവത്തിന് ശേഷം മാനസികമായി തകർന്ന കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ട രക്ഷിതാക്കൾ അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തു പറഞ്ഞത്. ജില്ലാ കലക്ടർ, പോലീസ് സൂപ്രണ്ട് തുടങ്ങിയവർക്ക് പരാതി നൽകിയതിനു ശേഷമാണ് പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായത്. റിപ്പോർട്ടർ, കോട്ടയം.